ഗായ്സ്, വെൽക്കം ബാക്ക് ടു പരിവാർ. ഇന്ന് ഒരു ബർത്ത്ഡേ സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ. എന്റെ ചാനലിൽ ഒരുപാട് ബർത്ത്ഡേ സർപ്രൈസിങ് വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത് എന്റെ അച്ഛനെയാണ്. അച്ഛന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് 12 മണി കഴിഞ്ഞാൽ. അപ്പൊ 12 മണിക്ക് അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ എറണാകുളത്താണ്. അവിടെ പോയിട്ട് ഒരു സർപ്രൈസിങ് കൊടുക്കാം എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. ഭയങ്കര വലിയ ഗിഫ്റ്റ് ആയിട്ടൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരും ആ ഒരു സമയത്ത് അവിടെ അച്ഛൻ തീരെ എന്തായാലും എക്സ്പെക്ട് ചെയ്യില്ല. അപ്പൊ അവിടെ ചെന്ന് കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ അച്ഛൻ ഞെട്ടും എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം, അല്ലേ? ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. ഞങ്ങള് മാത്രല്ല, എടമുട്ടത്ത് ചെന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇപ്പൊ ഞങ്ങള് എടമുട്ടത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലച്ചുവിന്റെ വക ഒരു ഗിഫ്റ്റ് മേക്കിംഗ് ഉണ്ട്. അവള് കാൻഡിൽസ് ഉണ്ടാക്കിയിട്ട് കാൻഡിൽസ് കൊണ്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ്, അത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം പോവാനായിട്ട്. അപ്പൊ ഇനി എടമുട്ടത്ത് എത്തിയിട്ട് കാണാം കേട്ടോ. ഞങ്ങളവിടെ എത്തിയ സമയത്ത് ലച്ചു കാൻഡിൽ മേക്കിങ്ങിന്റെ ഫൈനൽ ടച്ചപ്പ് പരിപാടിയിലായിരുന്നു കേട്ടോ. ലച്ചു ഇപ്പോ കാൻഡിൽസ് ഉണ്ടാക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് കാൻഡിൽസ് ഉണ്ടാക്കുന്ന ഒരു ചെറിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതും ഈ ഇരിക്കുന്ന വൈറ്റ് ഫ്ലവേഴ്സും വെച്ചിട്ടാണ് നമ്മളൊരു ഐറ്റം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഐറ്റം എന്നല്ലേ? അതുകൊണ്ടേ ഇതാണ് ഐറ്റം. അച്ഛന് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുമ്പോൾ ഒരു അച്ഛന് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വേണമല്ലോ. അച്ഛന് ഇത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതുമ്മൽ ഒരു ബൊക്കെ പോലെ സെറ്റ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മദ്യപാനം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. എല്ലാവരും ഒക്കേഷണലി ഈ സംഭവം അടിക്കുന്നവരാണ്. അപ്പോൾ അച്ഛന് ബർത്ത്ഡേ ആയപ്പോൾ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലച്ചുവാണ് പറഞ്ഞത് നമുക്ക് കുപ്പിയുമ്മൽ ഒരു ബൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന്. ആ വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ ഞങ്ങൾക്ക് അന്നേരം മനസ്സിലായില്ലെങ്കിലും സംഭവം സെറ്റ് ചെയ്തപ്പോൾ കിട്ടില്ലനായിരുന്നു. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. 12 മണിക്ക് കറക്റ്റ് ചെന്നിട്ട് സർപ്രൈസ് കൊടുക്കാം എന്നൊരു പ്ലാനാണ്. മട്ടാഞ്ചേരിയിലാണ് അച്ഛനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് 10 മണിയായപ്പോൾ ഇറങ്ങി പോകുന്ന വഴിക്ക് കേക്ക് വാങ്ങണമെന്ന് പല പ്ലാനുമായിട്ട് ഞങ്ങൾ പോയതെങ്കിലും കേക്ക് ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ 12 മണിക്ക് മുമ്പ് തന്നെ അച്ഛൻ്റെ അവിടെ എത്തിയിട്ട് അച്ഛനെ കോൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ? എടാ നിന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ഇന്നൊന്നുമല്ല. അച്ഛന്റെ ബർത്ത്ഡേ ഇന്നല്ലേ? ഇന്ന് 12 മണി കഴിഞ്ഞില്ലേ? അത് പിറന്നാള്, ഇത് ബർത്ത്ഡേ. കേക്ക് ഒന്ന് മേടിക്കാൻ പറയും. അതെ, താഴെ ഡെലിവറിക്കാരൻ വന്നിട്ടുണ്ട്. കേക്ക് പോയി മേടിക്കും. അപ്പൊ ആരായി? അന്നേ നെറ്റ് പോയി മേടിക്കല്ലെങ്കിൽ അച്ഛൻ കമ്പനി ഞങ്ങളെ വിളിച്ചോണ്ടിരിക്കും. ഒരു മാറ്റി എത്ര സമയം എടുക്കും പൂർത്തിയാവാൻ? പറയത്തില്ലേ ഞങ്ങൾ ഞാൻ പറഞ്ഞു അച്ഛനും എന്റെ പട്ടി എനിക്ക് എന്നിട്ട് ഇത് ശിവരാത്രിയിലടി അച്ഛനും പട്ടിയായിട്ടില്ല. ശിവരാത്രി കഴിഞ്ഞില്ലേ? ശിവരാത്രി ആയതുകൊണ്ടെന്ന് ചേട്ടൻ പറഞ്ഞത്. നമ്മോടത്തും അച്ഛൻ നേരത്തെ ഇറങ്ങുന്ന പറഞ്ഞു അമ്മേരടുത്ത്. അച്ഛനൊരിത്തിരി ഭക്തി കൂടുതലാണ്. അപ്പൊ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് 12 മണിക്കാണെങ്കിലും അച്ഛന്റെ പ്രാർത്ഥനയും പൂജയും കഴിഞ്ഞിട്ടേ അച്ഛൻ കെടുക്കൂ. നമ്മൾ എത്തുന്ന സമയത്ത് മിക്കവാറും അച്ഛനൊരു പൂജയിലായിരിക്കുന്ന കിരൺചേട്ടൻ പോകുന്ന വഴിക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കിരൺചേട്ടൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു കേട്ടോ. നമ്മളവിടെ എത്തിയ സമയത്ത് അച്ഛനൊരു പൂജയിലായിരുന്നു. A few moments later. Happy birthday. Happy birthday to you. Happy birthday to you. ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. അത് കുപ്പി നോക്കാൻ അടിയത് അച്ഛൻ. അത് മൊത്തം
അതിപ്പളാ കണ്ടിട്ടുള്ളോട്ടാ സാധനം രണ്ട് പ്ലാസ്റ്റിക് ഗ്ലാസ് കിട്ടൂല ഒട്ടഞ്ചേരി അച്ഛന്റെ പിറന്നാളാണ്. അച്ഛൻ്റെ മുഖത്ത് വലിയ സർപ്രൈസ്ഡ് ആയ ഭാവം ഇല്ലെങ്കിലും ഇത്രയൊക്കെ നിങ്ങൾ എക്സ്പ്രഷൻ പ്രതീക്ഷിച്ചാൽ മതി ആ ഒരു മുഖത്ത് നിന്ന്. പുള്ളി എന്തായാലും ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട്. കാരണം എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേ എന്നൊന്നും ആ കുറേ നേരത്തേക്ക് അച്ഛന് ഒരു ഐഡിയ ഉണ്ടായില്ല. ശരിക്കും ഞെട്ടിപ്പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. ആ ഒരു അവസ്ഥയിലായിരുന്നു പുള്ളിക്കാരനപ്പം ഉണ്ടായിരുന്നത്. അച്ഛനൊരിത്തിരി ഭക്തി കൂടുതലാണ്. പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ശിവരാത്രിയുടെ അന്നാണ്. ഞാൻ ഇടാൻ കുറച്ച് ലേറ്റ് ആയിരുന്നേ ഉള്ളൂ. അപ്പോൾ ശിവരാത്രി പ്രമാണിച്ച് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നൊരു സമയത്തായിരുന്നു. അതുകൊണ്ട് ആ ഒരു കോലത്തിൽ ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ഷർട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന ഗിഫ്റ്റ് ഷർട്ടൊക്കെ കൊടുത്ത് ആ കുപ്പിയും അവിടെ വെച്ച് തന്നെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ജ്യൂസ് സ്ട്രീറ്റിലോട്ട് പോയിട്ടോ. അവിടെ വെച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ കേക്ക് കണ്ടിട്ട് നിങ്ങളാരും ഞങ്ങളെ പിച്ച എന്ന് പറയരുത്. ഞങ്ങൾ ശരിക്കും കേക്ക് വാങ്ങി വെക്കാനായിട്ട് വിട്ടുപോയി. ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾ ആ ബൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ എല്ലാവരും വിട്ടുപോയി. അപ്പോൾ വിചാരിച്ചു എന്നാൽ പോകുന്ന വഴിക്ക് മേടിക്കാമെന്ന്. പോകുന്ന വഴിക്ക് ബേക്കറിയിലൊന്നും കേക്ക് കിട്ടിയതും ഇല്ല. എന്നാൽ ഇനി അധികം വൈകാണ്ട് സൊമാറ്റോയിൽ എങ്ങനെ നോക്കി ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്ത കേക്കാണ് കേട്ടോ. ഓർഡർ ചെയ്തതും വന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഒക്കേഷനിൽ നമുക്കത് ഓക്കെ ആയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കേക്കുമായിരുന്നു. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് ഭയങ്കര വലുതല്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്നപ്പോൾ അതാണ് അച്ഛന് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് തോന്നിയതെന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോയിലെ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.